അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ചരിത്ര പ്രസിദ്ധമായ പത്രോസിന്റെ പ്രസംഗമാണ്. യെരുശലേമിൽ നിന്നുകൊണ്ട് ആദ്യ സഭ രൂപീകൃതമായ സമയം പത്രോസിന്റെ പ്രസംഗം ഹൃദയസ്പർശിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പ്രവർത്തിക്കുകയാണ്. തന്മൂലം അവിടെ സംഭവിച്ചൊരു കാര്യമാണ്, അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടു. ഇന്ന് പ്രസംഗിക്കുന്നവർ കുത്തുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ നമ്മൾ കുത്തുന്നതിന് പകരം പരിശുദ്ധാത്മാവ് കുത്തിയാൽ അത് എന്ത് പ്രയോജനമാണ്? നമ്മളോട് വായിക്കുന്നത്, ഈ കാര്യങ്ങൾ കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കുത്തു കൊള്ളിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ. നാം കുത്തിക്കാതെ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ കുത്തുവാൻ നാം അനുവദിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും മാതൃക.